എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം. ഇവിടെ ഞങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം. പുറത്ത് 2 ദിവസമായിട്ട് നല്ല മടിയാണ്. തണുപ്പ് അത്രയ്ക്കധികം തണുപ്പില്ല കേട്ടോ. തണുപ്പൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ തണുപ്പ് ശരിക്കും വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെയൊക്കെ പോകണം ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ട് ചെയ്യുന്നത്. കപ്പലണ്ടി വെച്ചിട്ടുള്ള ഒരു സ്നാക്കാണ് ചെയ്യുന്നത്. നമ്മൾ കപ്പലണ്ടി വെച്ചിട്ട് നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ട്. കപ്പലണ്ടി നമ്മൾ വറുത്തിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ കപ്പലണ്ടി മിഠായി ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ കപ്പലണ്ടി മസാല ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വേറൊരു സാധനമാണ് ഉണ്ടാക്കുന്നത്. ഒരു മദറായിട്ടുള്ള ഒരു സ്നാക്കാണ് കപ്പലണ്ടി വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ കൂടുതലൊന്നും പറയണില്ല, നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള സ്നാക്ക് റെസിപ്പി നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഇനി ഇത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അത് നമുക്ക് കുറച്ച് വലിയൊരു ബൗളിലേക്ക് ഇടാം. ഇത് വറുക്കാത്ത കപ്പലണ്ടിയായിട്ട് എടുത്തേക്കുന്നത്. ഞാൻ അടുത്തത് നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് വേണ്ടത്. ഈ മുട്ടയിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ഒരു പൊടിക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. കാരണം നമ്മുടെ ഈ പീനട്ടിലേക്കുള്ള ഉപ്പും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഈ ഉപ്പും കൂടി ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ട നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഇതിനകത്ത് വെള്ളയും മഞ്ഞയും സെപ്പറേറ്റ് ആയിട്ട് കിടക്കരുത് കേട്ടോ. ഇനി ഇത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചാൽ കപ്പലണ്ടി ഉണ്ടല്ലോ, ഈ കപ്പലണ്ടിയിലേക്ക് ചേർക്കാം. ഇത് ഫുള്ളായിട്ട് ചേർക്കണ്ട. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു 1/4 ഭാഗം ചേർക്കാം. എന്നിട്ട് ഈ കപ്പലണ്ടിയുടെ മുകളിലേക്ക് നല്ലൊരു കോട്ടിങ് കിട്ടണം. അതനുസരിച്ചിട്ട് വേണം മുട്ട ചേർക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്ന ഒരു 1/4 ഭാഗം ഇപ്പോൾ ചേർക്കുന്നുണ്ട്. ഒരു ഇച്ചിരി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കപ്പലണ്ടിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഉപ്പ് ഞാൻ പറഞ്ഞ പോലെ മുട്ട മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ ചേർക്കണം. അപ്പോൾ ഇത് കപ്പലണ്ടിയിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു 10 മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ളത് ചെയ്യാം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പീനട്ടിന് നമ്മൾ ഒരു കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലവറാണ് എടുത്തേക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങില്ലേ, അത് വെച്ചിട്ടാണ് നമ്മൾ ഇതിന് കോട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമാണ് കോൺഫ്ലവർ എന്ന് പറയുക. ഇന്ത്യക്ക് പുറത്ത് പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റാർച്ച് എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടാട്ടോ. അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് നമ്മൾ കോൺഫ്ലവർ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൺ പൊടിച്ച പൊടിയായിരിക്കും കേട്ടോ കിട്ടുക. അപ്പോൾ ഫസ്റ്റ് ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കുക. ഇതേപോലെ ഇങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ നിറച്ചെടുക്കുന്നുണ്ട്. കാരണം ഇതിന് നല്ലൊരു തിക്ക് കോട്ടിങ് വരണം. അതനുസരിച്ചിട്ട് വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കറക്റ്റ് ഇത്രയ്ക്ക് എന്നുള്ളത് പറയണില്ല. ഫസ്റ്റ് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതേപോലെ അങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഈ പീനട്ടുമ്മയ്ക്ക് നമ്മുടെ കോൺഫ്ലവർ നല്ല കോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്. ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊരു കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. എന്നാലും അത്രയ്ക്ക് തിക്കായിട്ട് കിട്ടിയിട്ടില്ല. ഞാനിതിലേക്ക് കുറച്ചും കൂടി നമുക്ക് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇടണ്ട, കുറേശ്ശെ ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് എടുക്കുക. കാരണം ഒറ്റയടിക്ക് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മുടെ ഈ മുട്ട കുറച്ചിങ്ങനെ ബാലൻസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതുമേക്കും കൂടുതൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഞാനിവിടെ 2 കോട്ടിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ കോട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇത് റെഡി ആക്കിയിട്ട് എടുക്കുക. പക്ഷേ 2 കോട്ടിങ് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ല തിക്കായിട്ടുള്ള ഒരു കോട്ടിങ് കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ട ചേർത്തിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത പോലെ ഒന്നും കൂടി നമുക്ക് അത് റിപ്പീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മുട്ടയുടെ കുറച്ച് മാറ്റി വെച്ചിട്ടില്ലേ, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് 2 ലെയറായിട്ട് കൊടുക്കാം. നമ്മൾ ചിക്കനൊക്കെ നമ്മൾ നല്ല ക്രിസ്പിയൊക്കെ ആയിട്ട് നമ്മൾ വറുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ 2 ലെയർ കൊടുക്കില്ലേ ചില സമയത്ത്, അതേപോലെ തന്നെ ഇതിനും നമ്മൾ 2 ലെയർ കൊടുക്കും. ഈ പീനട്ടിൻ്റെ എവിടെയെങ്കിലൊക്കെയും മുട്ട നന്നായിട്ട് കാണുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമ്മൾ കുറേശ്ശെ പൊടി ഇങ്ങനെ വെതറി കൊടുത്ത് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്താൽ മതി കേട്ടോ.
ചിലതൊക്കെ രണ്ടെണ്ണമായിട്ട് ഭയങ്കര കുഞ്ഞിതൊക്കെയാണ് അങ്ങനെ പിടിച്ചിട്ടിരിക്കുന്നത്. വലുതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയ്ക്ക് ഇതായിട്ട് ഇങ്ങനെ പിടിക്കില്ല. അങ്ങനെ അധികം പിടിച്ചിട്ടൊന്നുമില്ല, ഒരു 5-6 ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നല്ല തിക്കായിട്ടുള്ള കോട്ടിങ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പയിലിട്ടിട്ട് നമുക്കൊന്ന് അരിച്ചിട്ടെടുക്കാം. കാരണം ഇതിൻ്റെ അടിയിൽ കുറച്ച് ഇതിൻ്റെ പൊടിയൊക്കെ സെപ്പറേറ്റ് കിടക്കുന്നുണ്ട്. അപ്പോൾ ആ ഡസ്റ്റൊക്കെ നമുക്കൊന്ന് മാറ്റിയിട്ട് ഈ പീനട്ട് തന്നെയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് അരിപ്പയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് പോട്ടെ. ഓക്കെ, അത് നമ്മളിത് അരിപ്പയിലേക്ക് ഇടാം കേട്ടോ. അതേപോലെ ഒന്ന് കുടഞ്ഞിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഈ എക്സ്ട്രാ തന്നെ പൊടിയൊക്കെ ഒന്ന് മാറ്റാം. ഇത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ നമ്മുടെ പീനട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം. കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട്. അലീല കോഴീനെ അയച്ചിടാൻ വേണ്ടിയിട്ട് അലീലേനെ എന്ന് പറഞ്ഞു വെച്ചത്. അലീല ഓടി വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം. ഇഷ്ടമുള്ള ഓയിൽ നമുക്ക് വറുത്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കട്ടെ. കാരണം തീ അങ്ങനെ കൂട്ടിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പീനട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് ശരിക്കും വെന്ത് കിട്ടില്ല. പിന്നെ കുറേ അങ്ങോട്ട് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പീനട്ടിൻ്റെ ഉള്ളിൽ ആയിരുന്നാലും കരിഞ്ഞു പോകും. കാരണം ഇതിന് കോട്ടിങ് കൊടുത്താൽ തന്നെ നമ്മൾ ചിലപ്പോൾ അറിയില്ല. അത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവസാനം നമ്മൾ കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇതിൻ്റെ ഡസ്റ്റ് നന്നായിട്ട് കളയണം കേട്ടോ. അരിപ്പയിലിട്ടിട്ട് നന്നായിട്ട് കൊട്ടി കളയണം. ഫസ്റ്റ് ആദ്യം ഇതേപോലെ ഇങ്ങനെ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ഇളക്കിയാൽ മതി കേട്ടോ. കാരണം അല്ലെങ്കിൽ ഇതിൻ്റെ കോട്ടിങ് ഇതിൽ വിട്ടുപോകും. വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് എടുത്ത് കഴിച്ച് നോക്കുമ്പോഴായിരുന്നാലും സൂക്ഷിക്കണം കേട്ടോ. കാരണം ഇതിൻ്റെ ഉള്ളിൽ നല്ല ചൂടായിരിക്കും. ഇതിപ്പോൾ ഇരുന്നിട്ട് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതിലും നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. അത് അപ്പോൾ നമ്മുടെ പീനട്ട് വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തന്നെ നമ്മൾ ഒരു പഞ്ചസാരയുടെ ഒരു കോട്ടിങ് കൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴായിരിക്കും കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഈ നമുക്ക് പഞ്ചസാര കോട്ടിങ്ങിനുള്ള കോട്ടിങ് നമുക്ക് റെഡിയാക്കാം. അപ്പോൾ ഈ നമ്മൾ പഞ്ചസാര സിറപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഇതിലേക്ക് പഞ്ചസാര ചേർക്കാണ്. പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഒരു 8 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഈ പഞ്ചസാര എന്തായാലും കാരമലൈസ് ആയിട്ട് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഒരുപാട് അങ്ങോട്ട് ഭയങ്കരമായിട്ട് കളറ് മാറരുത് കേട്ടോ. അപ്പോൾ അതിനൊരു കയ്പ്പ് രസം വരും. കേക്കൊക്കെ ആകുമ്പോൾ ഒരു ഇച്ചിരി കളറ് കൂടുതൽ മാറിയാലും കുഴപ്പമില്ല. നമ്മൾ പ്ലം കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ. കാരണം അതിൻ്റെ കൂടെ വേറെ കുറേ മിക്സിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. പക്ഷേ ഇതിനൊട്ടും കളറ് മാറരുത് കേട്ടോ. അങ്ങനെ നല്ലൊരു ഗോൾഡൻ കളറിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏലക്കായ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കണില്ല. അത് നോക്കിക്കുക. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ട് നല്ലൊരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് വന്നാൽ മതി കേട്ടോ. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചാൽ നമ്മുടെ പീനട്ട് ഉണ്ടല്ലോ, പീനട്ട് ചേർക്കണം. ഓക്കെ, ഈ പീനട്ട് നമുക്ക് ഇതിനകത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മുടെ ശർക്കര വറ്റിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യില്ലേ, അതേപോലെ ചെയ്യുക. അല്ലെങ്കിൽ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഞാനിവിടെ പഞ്ചസാര ഒരു 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അത്യാവശ്യം നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിതൊന്ന് സെപ്പറേറ്റായിട്ട് ഒന്ന് വരണം. നമുക്കിങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അതനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക.
നമ്മുടെ പീനട്ട് ഇരുന്നിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാൻ ഒരു പരന്ന പാത്രത്തിലേക്ക് ഇട്ടിട്ട് ചിലത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് അതേപോലെ നിങ്ങളങ്ങനെ സെപ്പറേറ്റ് ആക്കിക്കോ. ചൂടാറി കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുമ്പോൾ പെട്ടെന്ന് അത് പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മുടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള നമ്മുടെ മധുര പലഹാരം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ പറഞ്ഞ പോലെയൊക്കെ നിങ്ങൾ റെഡിയാക്കിയിട്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കപ്പലണ്ടി വറുത്തിട്ട് എടുക്കുമ്പോൾ കുറേ നേരം ഇട്ടിട്ട് വറുക്കരുത് കേട്ടോ. കാരണം ഇത് നല്ല തിളച്ച എണ്ണയിലേക്കാണല്ലോ ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കപ്പലണ്ടി റെഡിയാക്കി കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പലണ്ടി നമ്മൾ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയിട്ട് അതിലേക്കും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് കിടന്നിട്ട് ഒന്ന് നല്ല ചൂടാവും. പിന്നെ കപ്പലണ്ടിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം വേവൊന്നുമില്ല. അപ്പോൾ കപ്പലണ്ടി കരിഞ്ഞു പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കപ്പലണ്ടി കരിഞ്ഞു പോയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് വറുക്കാൻ എടുക്കുന്ന ഓയിലൊക്കെ ഉണ്ടല്ലോ, ഓയിലൊക്കെ ആകെ കരിഞ്ഞു പോകും. അപ്പോൾ കപ്പലണ്ടി എണ്ണയിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒരു പെട്ടെന്ന് തന്നെ കപ്പലണ്ടി പൊട്ടാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ 1-2 പൊട്ടുമ്പോൾ തന്നെ ഓയിലിൽ നിന്ന് എടുത്തോട്ടാ. അതിനെ കുറേ ഒരുമിച്ച് ഇങ്ങനെ പൊട്ടാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട. കാരണം ഞാൻ എന്തോ പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കപ്പലണ്ടി കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങനെ കളർ മാറാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. കാരണം അതിനൊരു കയ്പ്പ് രസം വരും. കേക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒന്ന് കളർ മാറിയാലും കുഴപ്പമില്ല. കാരണം നമ്മൾ അതിൻ്റെ കൂടെ വേറെ കുറേ മിക്സിംഗ് ഒക്കെ വരുന്നുണ്ടല്ലോ. ഇതിപ്പോൾ കപ്പലണ്ടി മാത്രമല്ലേ വരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കാരമലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ ഒട്ടും കളർ മാറാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 2 റെഡിയാക്കിയിട്ട് എടുക്കുക. ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. കുറേ നാൾ വരെ ഇത് കേടുവരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഈ നാളെ കാണാം. നമ്മുടെ ആസ്പിൻ കുട്ടൻ ഉറക്കം കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഞാൻ ആസ്പിനെ കാണിക്കാം. കാരണം നമ്മളിപ്പോൾ 2-3 വീഡിയോയിൽ നമ്മുടെ ആസ്പിൻ 2-3 വീഡിയോയിൽ ഇങ്ങോട്ട് ആസ്പിൻ നമ്മൾ കാണിച്ചിട്ടില്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആസ്പിനോട് നിൽക്കേണ്ട എടുത്തിട്ട് വരാം. ഇഷ്ടമുള്ള കുറേ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. വയ്ക്കില്ലേ, കുമ്പൊന്നും വയ്ക്കത്തില്ല കേട്ടോ. ആളിപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ആൾക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ എടുക്കാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോഴേക്കും വേഗം കൂടി നല്ല അടുത്തേക്ക് പോയി. ഉറക്കമൊക്കെ കഴിഞ്ഞു. ഇതൊക്കെ ആസ്പിൻ്റെ ഇഷ്ടമുള്ള കാര്യങ്ങൾ. പുറത്ത് പോകണം, ഭക്ഷണം കഴിക്കണം, ഉറങ്ങണം, പുറത്തേക്ക് നോക്കണ്ടല്ലേ, മഴയാണ്. അപ്പം ആസ്പിനൊരു ഹായ് പറഞ്ഞേ. എന്തുള്ളൂ കൂട്ടാ, ചേച്ചിമാരെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം നീന ഇന്നലെ പോയിന്ന് പറഞ്ഞില്ലേ, നീന ഇന്ന് സ്കൂളിൽ പോയി. അലീന മാത്രമേ ഉള്ളൂ. അലീന പിന്നെ ഉറങ്ങണ കണ്ടിട്ട് കുറേ പ്രാവശ്യം എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. 2 ആൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ല. ഇപ്പം എഴുന്നേറ്റ് വന്നതാ. ഓക്കെ, അപ്പം എന്നെ വിട്ടേട്ടാ. ഇഷ്ടമില്ല, എടുക്കുന്നത് ഇഷ്ടമില്ല, എടുക്കാനറിയാം. ഞാൻ എപ്പോഴും ഇങ്ങനെ വാരി പോയിട്ട് ഇങ്ങനെ എടുക്കാം. അപ്പം ഇവരെപ്പോഴും എന്നെ കാണിച്ചു തരും അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞാനെപ്പോഴും വേറെ രീതിയിൽ എടുക്കുക. അത് അവന് അത്രയ്ക്ക് ഇഷ്ടമില്ല, അങ്ങനെ എടുക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ കാണാം. ഇതപ്പോൾ ഇരുന്നിട്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ കരിഞ്ഞു പോയാൽ അങ്ങനെ അത്രയ്ക്ക് ടേസ്റ്റ് ആയില്ല. പക്ഷെ ഇത് ഞാൻ കരിയാണ്ട് എടുത്തിട്ടുണ്ട്. നല്ല കറു മറന്നിരിക്കുക. അത്യാവശ്യം നല്ല കോട്ടിങ് ഉണ്ട് കേട്ടോ പുറത്ത്. നല്ല രുചിയുണ്ട്. മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ എന്തായിരുന്നാലും നല്ല ഇഷ്ടമുണ്ടാവും. പിന്നെ ലാസ്റ്റ് നമ്മൾ കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര ഇട്ട് കൊടുത്തില്ല. അത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 പ്രാവശ്യമായിട്ട് ഞാനിങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ വലിയ തരിയുള്ള പഞ്ചസാരയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ ചെറിയ തരിയുള്ള പഞ്ചസാരയായിരുന്നു.